കുറച്ചും കൂടി കോവിഡിൻ്റെ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു സെൽഫ് റെട്രോസ്പെക്റ്റീവ് നമ്മൾ തന്നെ ഫീൽ ചെയ്യില്ലേ, നമ്മളെല്ലാവരും ഉള്ളിലോട്ട് ചിന്തിച്ചില്ലേ ഇത്രയും കാലം എന്ത് ചെയ്തു. അപ്പോൾ അന്ന് ഞാൻ ചിന്തിച്ചത് ഇത്രയും കാലം അഭിനയിച്ചു, ബാങ്ക് ബാലൻസ് ഇല്ല, നടനെന്നുള്ള പേരില്ല, രണ്ടുമില്ല, എന്നാൽ പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ശ്രദ്ധിച്ച് തുടങ്ങാം. അപ്പോൾ മറ്റേ കാശെന്ന് പറയാൻ ഭയങ്കര അതിൻ്റെ പുറകെ പോണ ആളല്ലേ. എനിക്ക് ആവശ്യമാണ്, ഇഷ്ടമാണ്, ഒക്കെയാണ്. പക്ഷേ കുറച്ചും കൂടി ഞാൻ അതിൽ ട്രിപ്പ് ചെയ്യുന്ന ആളല്ല. കുറേ കാശ് എൻ്റെ കയ്യിലുണ്ടെന്ന് വെച്ച് എനിക്കൊരു എക്സ്ട്രാ കോൺഫിഡൻസ് സന്തോഷം ഫീൽ ചെയ്യാറില്ല. പക്ഷെ നമ്മൾ ജോലിയിൽ നമുക്ക് കുറച്ചും കൂടി എഫേർട്ടും സമയവും ഒക്കെ എടുത്താൽ അത് എനിക്ക് ചെയ്തിട്ട് പോയി കിടക്കുന്നൊരു ദിവസം ചിലപ്പോൾ ഞാനൊരു 2 ദിവസം ചിലപ്പോൾ ഞാൻ അത് സന്തോഷിക്കും. അക്കൗണ്ടിൽ കാശ് വരുമ്പോൾ അത് നെക്സ്റ്റ് നമ്മൾ ചിലവാക്കുന്ന ഇപ്പോൾ സന്തോഷം പോയില്ലോ, വരുമ്പോൾ നല്ല സന്തോഷമാണ് ക്രെഡിറ്റ് ആകുമ്പോൾ. പക്ഷേ ചിലവായി കഴിയുമ്പോൾ പിന്നെ ആ സന്തോഷമില്ല. മറ്റേത് ആർക്കും വിദ്യാഭ്യാസം പോലെ പണ്ടെല്ലാവരും പറയില്ലേ, ആർക്കും കട്ടുകൊണ്ട് പോകാൻ പറ്റില്ല. ആ സന്തോഷം എനിക്കിതിൽ കണ്ടെത്താൻ ഞാൻ ഡിസൈഡ് ചെയ്തതാണ്. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിലായിരുന്നു നമ്മൾ മുന്നേ ചെയ്തതായിട്ടുള്ള ഷെയ്ഡ്സിലുള്ള വേഷങ്ങൾ വരികയാണെങ്കിൽ അതിനെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. പക്ഷേ ടെംപ്ലേറ്റ് ഉണ്ടാവാം, നമ്മൾ എക്സാക്റ്റ് റെപ്ലിക്ക പാടില്ല എന്ന് തീരുമാനിച്ചു. ഈ സൈഡ് കിക്ക് ചെയ്യുന്നതുകൊണ്ടല്ല, എന്നാൽ മുന്നേ ചെയ്തതിന് എന്തെങ്കിലും വ്യത്യാസം വേണം. ഇന്ന് ഞാൻ പണ്ടും കോൺഷ്യസ് അല്ല, ലെങ്ത് ഓഫ് സ്ക്രീൻ ടൈം ഞാൻ കോൺഷ്യസ് അല്ല. ഒരു കഥാപാത്രത്തിന് ഒരു സീൻ മതിയെങ്കിൽ ആ ഒരു സീൻ കോൺട്രിബ്യൂട്ട് ചെയ്യണം കഥാഗതിയിൽ. ഫോർ എക്സാമ്പിൾ ആടെന്ന് പറഞ്ഞ സിനിമയിൽ പൊന്നപ്പൻ ഒരു സീനേ ഉള്ളൂ. പൊന്നപ്പൻ പക്ഷേ ആ ആടിൽ വന്ന് ഒരു തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്, മതി. അതിപ്പോൾ നല്ലതോ നെഗറ്റീവ് പോസിറ്റീവ് ആക്ട് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഞാൻ കോൺഷ്യസ്ലി എടുത്ത തീരുമാനം.